അതൊരു പ്രേതമായിരുന്നു. പേടിച്ചു വിറച്ച കേശവൻ ഓടാൻ ശ്രമിച്ചെങ്കിലും കാലുകൾ നിലത്തുറയ്ക്കാതെ തളർന്നു. പ്രേതം അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അതിൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. വായിൽ നിന്ന് പുക പോലെ എന്തോ പുറത്തു വന്നു. താൻ രക്ഷപ്പെടില്ലെന്ന് മനസ്സിലാക്കിയ കേശവൻ മറ്റൊന്നും ചിന്തിക്കാതെ കൈകൂപ്പി മനസ്സുരുകി തൻ്റെ ഇഷ്ടദേവനായ കരിങ്കുട്ടി സ്വാമിയെ വിളിച്ചു. വെളിപ്പുറത്തെത്തുന്ന കരിങ്കുട്ടി സ്വാമിയെ, എന്നെ രക്ഷിക്കണേ. നിന്റെ ഭക്തനെ ഈ ആപത്തിൽ നിന്ന് നീ കാക്കണം. ആ ശബ്ദം തീക്ഷ്ണമായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ വിളി കേട്ടതും ചുറ്റും അന്തരീക്ഷം മാറിമറിഞ്ഞു. ആർത്തലച്ച കാറ്റിനൊപ്പം കടുത്ത കറുപ്പും ചുവപ്പും കലർന്ന ഒരു തീജ്വാല പോലെ ഒരു രൂപം പ്രേതത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ രൂപത്തിന് ഒരു കൂറ്റൻ കാളയുടെ മേൽ ഇരിക്കുന്നതിൻ്റെ രൂപഭാവമായിരുന്നു. അത് കരിങ്കുട്ടി സ്വാമിയായിരുന്നു. കരിങ്കുട്ടി സ്വാമിയുടെ കണ്ണുകളിൽ നിന്നും തീപ്പൊരി ചിതറി.